ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ നമ്മളോടൊപ്പം കൂടിയ +2 വിദ്യാർത്ഥികൾ ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം തന്നെ പറ്റുന്നതിൻ്റെ പരമാവധി അപ്ഡേറ്റുകളും നല്ല വാർത്തകളും, അതായത് ഈ ഒരു സമയത്ത് വമ്പൻ പണി 8ന്റെ പണി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ഒന്നും നിങ്ങളെ ആശങ്കയിലാക്കിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന പരമാവധി നല്ല നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് ഈ അവസാന നിമിഷങ്ങളിൽ എത്തിക്കുക, അതിന് തന്നെയാണ് ഞാൻ നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഈ ഒരു റിസൾട്ടിൽ അവസാന നിമിഷം വന്ന ഒരു ദിവസം മാറ്റിവെച്ച്, അതായത് 21 നിന്ന് 22 ആക്കിയത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല. ഒരു ദിവസവും കൂടി അങ്ങോട്ട് നീങ്ങി എന്തായാലും വരിക തന്നെ ചെയ്യും എന്നൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കാം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വരുന്നുണ്ട്, പ്രത്യേകിച്ച് പല വിദ്യാർത്ഥികളുടെ ഹ്യൂമാനിറ്റീസ്, എക്കണോമിക്സ്, സയൻസ്. സർ, ഇന്ന വാല്യുവേഷൻ ലിബറലാണോ, ഇന്നതിന് മാർക്ക് കിട്ടുമോ, ഒരുപാട് ഡൗട്ടുകളാണ് ഈ അവസാന നിമിഷം വിദ്യാർത്ഥികൾക്കുള്ളത്. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ തന്നെ നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങൾ പരീക്ഷ എഴുതി എത്ര മാർക്ക് കിട്ടുമെന്നൊരു ഏകദേശ ധാരണയുണ്ട്. ഇനി ഈ പരീക്ഷയും ഇതൊന്നുമല്ല ഇതിൻ്റെ അവസാനം, ഇതൊരു പരീക്ഷണമാക്കി ഏറ്റെടുക്കുകയും വേണ്ട. ഇനി നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള നല്ല കാര്യം എന്ത് എന്ന് വെച്ചാൽ, ഞാൻ ഈ +2 മേഖലയിൽ, ഹയർ സെക്കൻഡറി മേഖലയിൽ നിൽക്കുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന അടുപ്പമുള്ള ചില അധ്യാപകരുമായിട്ട് സംസാരിച്ചു വരുന്ന, അതായത് അവരും ഇതുപോലെ വാല്യുവേഷൻ ക്യാമ്പുകളിൽ പോയി നിങ്ങളുടെ പേപ്പറുകൾ നോക്കി മാർക്കിട്ടവരാണ്. അവരിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, പൊതുവെയുള്ളൊരു ട്രെൻഡ് അനുസരിച്ച് ഇത്തവണ വിജയ ശതമാനം കൂടുമെന്ന് തന്നെയാണ്. ഇത് ആർക്കാണ് സത്യം പറഞ്ഞാൽ ഹാപ്പി ന്യൂസ്? ജയിക്കുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിജയ ശതമാനം കൂടുവാനുള്ളൊരു ചാൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കെമിസ്ട്രി, ഫിസിക്സ്, നിങ്ങൾ പാടായി എന്ന് വിചാരിക്കുന്ന പല വിഷയങ്ങളിലും നിങ്ങൾ തോറ്റുപോകുമോ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അതെനിക്കറിയാം, കമൻറ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പല വിദ്യാർത്ഥികളും മെസ്സേജ് അയക്കുന്നതിൽ നിന്ന് വ്യക്തമാണ്. അത്തരം ഒരു ചിന്ത വേണ്ട മക്കളെ. അതായത് നിങ്ങൾ ഒരുവിധം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. ആ ഒരു പാസ് പെർസെൻറ്റേജ് ടോട്ടലി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ 78.69 നിന്ന് ഉയർന്നു തന്നെ ഇത്തവണ ഉണ്ടാകും എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, +1ൻ്റെ ടെൻഷനായിരുന്നു, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതാണ് +2വിലും ചേർന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനും നിങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക, പകുതി ടെൻഷൻ മാറ്റി. ഇനി എന്താണ്, +2വിൽ ഇത്തവണ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യും. നമ്മുടെ കോവിഡ് സമയത്തെ പോലെയൊന്നുമല്ല, എല്ലാ ഗ്രേസ് മാർക്കും നിങ്ങൾക്ക് കിട്ടും. അതിലുമുപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് കീമൊക്കെ എഴുതിയവർക്കാണെങ്കിൽ ഓൾറെഡി തന്നെ പോർട്ടലുകളിൽ ഓപ്പണായി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇത്തവണ നേരത്തെ തുടങ്ങുകയാണ്. അത് നിങ്ങളെ സംബന്ധിച്ചൊരു ഒരു എന്താണ് ആശ്വസിക്കാൻ വകയുള്ളൊരു വാർത്തയാണ്. അതും പോരാഞ്ഞിട്ട് അധ്യാപകർ തന്നെ നൽകുന്ന അപ്ഡേറ്റ്, ഇത്തവണ വാല്യുവേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കടുപ്പമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ട്രൂത്ത് ഞാൻ പറയട്ടെ, ഫുൾ മാർക്ക് കിട്ടുന്നവരുടെ എണ്ണവും അതുപോലെ തന്നെ ഒരു ഹയർ ലെവലിൽ നിൽക്കുമല്ലോ, നമ്മുടെ എബോവ് ആവറേജ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ 100% മാർക്ക് കിട്ടുന്നവരുടെ എണ്ണവും 100% വിജയം കിട്ടുന്ന സ്കൂളുകളുടെ എണ്ണത്തിലും ഇത്തവണ ഒരു പക്ഷേ കുറവ് വന്നിരിക്കാമെന്ന അപ്ഡേറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നിരാശ വാർത്തയല്ല. എന്തായാലും പാസ് പെർസെൻറ്റേജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മാർക്ക് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഈ ഒരു കാര്യം കൂടി പറയട്ടെ, കമൻറ്റ് ബോക്സിൽ സാറിന് എത്രയാണ് +2വിലെ മാർക്ക്, അതൊന്ന് റിവീൽ ചെയ്യാമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് കണ്ടു. നാളെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 10-12 മണിക്കകത്ത് തന്നെ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. താല്പര്യമുള്ളവർ എന്തായാലും കാണുക. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും വരുന്നുണ്ട്. അവസാന നിമിഷം റിസൾട്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുൾപ്പെടെ ഒരു ക്ലിയർ കട്ട് വേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഉപകാരപ്പെടും. മറ്റേ വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.